ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുടുംബങ്ങളിലും വ്യക്തി സമൂഹങ്ങളിലും ഒക്കെ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്, ആരാണ് വലിയവൻ? ഭർത്താവാണോ കുടുംബത്തിൽ വലിയ ആള്? ഭാര്യയാണോ? മക്കളാണോ? കുടുംബങ്ങൾ തമ്മിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമുള്ളയാളാണോ? ഉയർന്ന ജോലിയുള്ളയാളാണോ? കൃഷിക്കാരനാണോ? ബിസിനസ്സുകാരനാണോ? ആരാണ് സ്വാധീനമുള്ള വ്യക്തി, വലിയ വ്യക്തി? വൈദികരുടെ ഇടയിലും സന്യസ്തരുടെ ഇടയിലും ഒക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ വലിയവൻ ആരാണ് എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ചിന്താവിഷയം എന്ന് തോന്നുകയാണ്. കാരണം ക്രിസ്തു അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ പോലും ദൈവത്തിൻ്റെ പുത്രനായി ജനിച്ച ക്രിസ്തു അവിടുന്ന് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകുവാനുമായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന ചിന്തയാണ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ആദരം ഏറ്റുവാങ്ങുന്നതിലല്ല, ആദരം കൊടുക്കുന്നതിൽ, ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൽ, സാധിക്കുന്ന നന്മകൾ ചെയ്യുന്നതിൽ, ഉപകാരം ചെയ്യുന്നതിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്നത്, അതാണ് ഒരാളെ വലിയവനാക്കുക. വലിയവനാകാൻ വേണ്ടി വലിയവനാവുകയല്ല, അവൻ്റെ പ്രവൃത്തി കൊണ്ട് വലിയവനായിട്ട് മാറുക. അപ്രമാദിത്വമുള്ള വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. അതിലല്ല, മറിച്ച് ഹൃദയങ്ങൾക്കുള്ളിൽ കൂടുകൂട്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. മറ്റൊരാളുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്ന വ്യക്തിയാണ് വലിയവൻ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കഴിവുകളോ സ്ഥാനങ്ങളോ അധികാരങ്ങളോ സമ്പത്തോ ജോലിയോ ഒക്കെ അതിൻ്റെ പ്രാഗൽഭ്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാളുടെ വേദനയിലേക്ക്, ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നവനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവൻ. മനുഷ്യരുടെ മുമ്പിൽ വലിയവനായിട്ട് ജീവിക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ വലിയവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈശോയെ പോലെ ആവണം. ദൈവപുത്രൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. അവൻ പരദേശിയെപ്പോലെ നാട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. നമ്മളും ഇതുപോലെ എന്നെ മറ്റുള്ളവർ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ആവശ്യമായിട്ടുള്ളതൊക്കെ എനിക്ക് ചെയ്തു തരണം എന്ന ചിന്ത വെടിഞ്ഞുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ സാധിച്ചാൽ അതാണ് പരമശ്രേഷ്ഠമായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വലിയവനാകാനായിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞാൻ പരാജയപ്പെടാറുണ്ട്. ഈശോയെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അങ്ങേപ്പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ.